ജൊനാഥൻ നിങ്ങളുടെ സ്ഥാപനത്തിലെ ജോലിക്കാരനായിരുന്നു? അതെ സർ, പക്ഷേ അയാൾ ഒരാഴ്ചയായി ലീവിലായിരുന്നു. മൈക്കിൾ മമ്മി പേടകത്തിൻ്റെ കഥ റോജറിനോട് പറഞ്ഞു. ആ മമ്മി പേടകം എവിടെ? അത് ഇവിടെ തന്നെയുണ്ട് സാർ. ഗോഡൗണിൽ ഇരുന്ന പേടകം മൈക്കിൾ ഇൻസ്പെക്ടർക്ക് കാണിച്ചു കൊടുത്തു. ഈ മമ്മി പേടകം മറ്റാർക്കെങ്കിലും വിറ്റതായി അറിയാമോ? ഇല്ല സാർ, ജൊനാഥൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനത് വാങ്ങിച്ചതാ സാർ. പിന്നിൽ നിന്ന് ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. അത് കെന്നഡി വില്യംസ് ആയിരുന്നു. താങ്കൾ പണം കൊടുത്തിരുന്നോ? ഉവ്വ്, $10 കോടി. എങ്കിലാ പണമെടുക്കാൻ വേണ്ടി ആരോ അയാളെ കൊന്നതാണ്. ഇന്ന് രാവിലെ പേടകം കൊണ്ടുപോകാൻ ഞാൻ വരുമെന്ന് പറഞ്ഞതാണ്. ഇതാ പണം കൊടുത്തതിൻ്റെ തെളിവ്. പോലീസിൻ്റെ അനുമതിയോടെ കെന്നഡി മമ്മി പേടകവുമായി കാറിൽ മടങ്ങിപ്പോയി. അങ്ങനെ ക്ലിയോപാട്ര എൻ്റെ സ്വീകരണ മുറിയിൽ. നമ്മുടെ ആളുകൾ തോറ്റെടുത്ത് എൻ്റെ തന്ത്രം വിജയിച്ചു. പക്ഷെ അയാളെ കൊല്ലേണ്ടിയിരുന്നില്ല. പിന്നെന്തു ചെയ്യാൻ പറ്റും? മോഷ്ടിക്കാനാണ് നമ്മുടെ ആളുകൾ അവിടെ പോയത്. പക്ഷേ രാത്രിയിൽ അവൻ ഗോഡൗണിൽ ഉണ്ടാകുമെന്ന് ആരെങ്കിലും കരുതിയോ? ഒരു കണക്കിന് അവൻ ചത്തത് നന്നായി. എനിക്ക് $10 കോടി ലാഭം. ക്ലിയോപാട്രയുടെ മമ്മി പേടകം തനിക്ക് ലഭിച്ചതിൻ്റെ സന്തോഷസൂചകമായി കെന്നഡി വില്യംസ് ജോലിക്കാർക്ക് ഒരു വിരുന്ന് നൽകി. സർ, ആപ്പിൾ ജ്യൂസ്. നീ ഉണ്ടാക്കിയതല്ലേ, തന്നോളൂ. ഗ്ലാസ്സിലെ ചോരയിൽ നിന്നൊരു സർപ്പത്തിൻ്റെ തല ഉയർന്നു. അത് നാക്ക് നീട്ടി. അയ്യോ, ആശം പിടിച്ചവളെ, നീ എനിക്ക് കുടിക്കാൻ തന്നത് എന്താണ്? ജോലിക്കാർ നടുങ്ങിപ്പോയി. മാനസിക നില വീണ്ടെടുത്തതും കെന്നഡി പരിഭ്രാന്തനായി. ഈശ്വര, ടെൽമ, ഞാൻ എന്താണ് ഈ കാണിച്ചത്? അവൾ മരിച്ചു സർ. ഓ മൈ ഗോഡ്. ടെൽമയുടെ ശവശരീരം ഇവിടെ കിടന്നാൽ ആപത്താണ്. ക്രിസ്റ്റോ, ഇവളുടെ ശവം എത്രയും പെട്ടെന്ന് ഒരു ചതുപ്പിൽ താഴ്ത്തണം. ഒരു തെളിവ് അവശേഷിക്കരുത്. യെസ് ബോസ്. ജോലിക്കാരനായിരുന്ന സാലി ഫ്രോഡർ എല്ലാം മറിഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അയാൾക്ക് ടെൽമയെ ഇഷ്ടമായിരുന്നു. സാലി ഫ്രോഡർ പോലീസിനെ വിളിച്ച് ബംഗ്ലാവിൽ കൊല നടന്ന കാര്യം അറിയിച്ചു. ഇൻസ്പെക്ടർ റോജറും 2 പോലീസുകാരും കെന്നഡിയുടെ വീട്ടിലെത്തി. മിസ്റ്റർ കെന്നഡി, ഇവിടെ കൊലപാതകം നടന്നതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. ഇവിടെയോ? അതെ, ഞങ്ങൾക്കിവിടെ ഒന്ന് പരിശോധിക്കണം. സെർച്ച്. പോലീസ് സംഘം അകത്തു കയറി പരിശോധന ആരംഭിച്ചു. സർജന്റ് ചാർലി തറയിൽ രക്തക്കറ കണ്ട് അവിടെ ലെൻസ് വെച്ച് പരിശോധിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ചെറിയൊരു വിടവിൽ നിന്ന് ചോര പുറത്തേക്ക് ചീറ്റി. ചാർലി ഞെട്ടി പിന്നോട്ട് മാറി. പെട്ടെന്ന് ചോരയ്ക്കുള്ളിൽ നിന്ന് അഴുകിയ 2 കൈപ്പത്തികൾ പുറത്തേക്ക് വന്നു. അത് കണ്ട് ചാർലി നിലവിളിച്ചു. അയ്യോ! ആ കൈകൾ ചാർലിയുടെ കാലിൽ പിടിച്ച് ചോരയ്ക്കകത്തേക്ക് വലിച്ചിട്ടു. ചാർലിയുടെ ദേഹത്തും മുഖത്തും ചോര തെറിച്ചു വീണു. അയ്യോ, ചാർലി, എന്താണ് ഉണ്ടായത്? സർ, പ്രേതം. ചാർലി, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ? രാവിലെ തന്നെ പ്രാന്ത് പറയാൻ. ഇല്ല സർ, പക്ഷേ സർ. എവിടെയാണ് ചതുപ്പ് നിലം? വരൂ സർ, ഞാൻ കാണിച്ചു തരാം. ഇൻസ്പെക്ടർ റോജറുടെ നേതൃത്വത്തിൽ ചതുപ്പിൽ അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചില്ല. അന്ന് രാത്രി സാലി ഫ്രോഡർ ഒരു മാസിക വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന്, ഹേയ് മിസ്റ്റർ ഫ്രോഡർ! ആരോ വിളിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കിയ സാലി ഫ്രോഡർ ഞെട്ടിപ്പോയി. മരിച്ചുപോയ ടെൽമ തൻ്റെ മുന്നിൽ നിൽക്കുന്നു. ടെൽമ? മിസ്റ്റർ ഫ്രോഡർ, ഭയന്നുപോയോ? എൻ്റെ കൂടെ വരൂ. ഒരു മാന്ത്രിക വിദ്യയ്ക്ക് അടിമപ്പെട്ടവനെ പോലെ സാലി ഫ്രോഡർ അവൾക്കരികിലേക്ക് ചെന്നു. അവൾ അയാളുടെ കൈ പിടിച്ച് ചതുപ്പുനിലത്തിലെത്തി. പെട്ടെന്ന് ടെൽമ അപ്രത്യക്ഷയായി. ഉറക്കത്തിൽ നിന്നെന്ന പോലെ സാലി ഫ്രോഡർ ഞെട്ടി ഉണർന്നു. പെട്ടെന്ന് ചതുപ്പിൽ നിന്ന് ഉയർന്നു വന്ന 2 അഴുകി ദ്രവിച്ച കൈകൾ സാലി ഫ്രോഡറെ ചതുപ്പിന്റെ അഗാധതയിലേക്ക് വലിച്ചു താഴ്ത്തി. രക്ഷിക്കണേ! കെന്നഡിയുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അറിഞ്ഞ് ലണ്ടനിൽ നിന്ന് മകൻ ബെഞ്ചമിനും കുടുംബവും കെയ്റോയിലെത്തി. മോനെ, മമ്മി പേടകത്തിന്റെ ശാപത്തെക്കുറിച്ചുള്ള കഥ സത്യമാണ്. അതൊക്കെ ഡാഡിയുടെ അന്ധവിശ്വാസങ്ങളാണ്. അന്ധവിശ്വാസമല്ല, സത്യമാണ്. മുമ്പ് ഡാനിയൽ ജോൺസണ് അപകടം വന്നപ്പോൾ ഞാൻ പുച്ഛിച്ചു തള്ളി. അതേ അപകടം ഇപ്പോൾ എനിക്കും വന്നു. ആർക്കെങ്കിലും ഇത് വിൽക്കണം. ഡാഡിക്ക് അത്രയ്ക്ക് ഭയമാണെങ്കിൽ പേടകം ഞാൻ ലണ്ടനിലേക്ക് കൊണ്ടുപോയിക്കോളാം.